കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറും. തീ ആദ്യം പടർന്നത് എവിടെയെന്നു കണ്ടെത്താൻ CCTV പരിശോധിക്കും. റംസാൻ വിഷു വിപണി ലക്ഷ്യമിട്ട് സംഭരിച്ച കോടികളുടെ സ്റ്റോക്ക് പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. വലിയ നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെയും സമാനമായി ജയലക്ഷ്മി സിൽക്സിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അതിലൊക്കെ വലിയ തരത്തിലുള്ള തീപിടുത്തം സംഭവിച്ചിരിക്കുന്നു. വലിയ അഗ്നിനാളങ്ങൾ ഉയർന്നു. അവിടെ ജീവനക്കാരെയും അവിടെ എത്തിയ കസ്റ്റമേഴ്സിനെയൊക്കെ സമയോചിതമായ ഇടപെടലിലൂടെ പുറത്തെത്തിച്ചതുകൊണ്ട് ആൾ നാശം ഇത്തരത്തിൽ എന്തെങ്കിലും അപായമോ മറ്റോ ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ വലിയ ഭീതി പടർത്തിയ തീപിടുത്തമാണ് സംഭവിച്ചത്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരമായി ലഭ്യമാകുന്നത്? ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഒരുപക്ഷേ ഇതിന് കാരണമെന്ന് മനസ്സിലാക്കാം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, എന്താണ് അപകട കാരണം എന്നതിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഒരു പ്രാഥമിക നിഗമനം എന്ന രീതിയിലാണ് ഷോർട്ട് സർക്യൂട്ട് ആവാം അപകട കാരണമെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. കാർ പാർക്കിങ്ങിന്റെ ഭൂഗർഭ നിലയടക്കം 4 നിലകളിലായാണ് ഈ ജയലക്ഷ്മി സിൽക്സ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിലുള്ള നിലയിലെ ക്യാന്റീൻ ഭാഗത്തു നിന്നാണ് ആദ്യം തീ പടർന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ജീവനക്കാരിൽ നിന്നൊക്കെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള ഒരു നിഗമനം. അവിടെ നിന്നും ആദ്യം പുക പ്രത്യക്ഷമാവുകയും ആദ്യത്തെ 4, 3, 2 നിലകളിലേക്ക് പെട്ടെന്ന് തീ പടർന്നു പിടിക്കുമായിരുന്നു. എന്തായാലും 150ഓളം ജീവനക്കാർ ഈ സമയത്ത് ഈ തുണിക്കടയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇരട്ടി ഉപഭോക്താക്കളും ഉണ്ടായിരുന്നു. എന്തായാലും തീ പ്രത്യക്ഷമാവുന്ന പുകയും മറ്റും ഉണ്ടായതോടുകൂടി ഉടൻ തന്നെ അവിടെ നിന്നും ജീവനക്കാരെയും ഒപ്പം ഉപഭോക്താക്കളെയും പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ 2 ജീവനക്കാർ അപ്പോൾ തന്നെ കൊഴിഞ്ഞു വീഴുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 6:25 ഈ ബീച്ച് ഭാഗത്തു നിന്നും ആദ്യ അഗ്നിരക്ഷാ സേന യൂണിറ്റ് എത്തിയിരുന്നു. പിന്നീട് മീഞ്ചന്ത, വെള്ളിവാടൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും താമരശ്ശേരി, കൊണ്ടോട്ടി, മുക്കം എന്നിടങ്ങളിലുള്ള യൂണിറ്റുകളും എത്തി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. പിന്നെ ഏറ്റവും ഒടുവിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ സർവീസ് യൂണിറ്റ് എത്തിയത്. എന്തായാലും ഇവരുടെയൊക്കെ കൂട്ടമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും 2023 സമാനമായ രീതിയിൽ തന്നെ ഒരു തീപിടുത്തം ഈ കേട്ടതിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അന്നും കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് വീണ്ടും ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നടന്നതിനെ കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവുന്നു. ഒപ്പം ഈ തീപിടുത്തം ഉണ്ടായ ശേഷം അത് നിയന്ത്രണ വിധേയമാക്കാൻ ഏറെ സമയം എടുക്കേണ്ട വന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള പലതരം വിമർശനങ്ങൾ വ്യാപാരികളുടെ അടക്കം ഭാഗത്തു നിന്നും MK രാഘവൻ MP അടക്കം ഉന്നയിച്ചിരുന്നു. പലപ്പോഴും നഗര ഹൃദയത്തിൽ ഇത്തരം തീപിടുത്തങ്ങൾ നടക്കുമ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കാൻ ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട്. മിഠായിത്തെരുവ് പോലെ ഒരുപാട് വാണിജ്യ സങ്കേതങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ നിയന്ത്രണ വിധേയമാക്കാൻ ഇത്രയധികം സമയം വേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പരിശോധനകൾ വരും. 2 തരത്തിലാണ് ആദ്യം തന്നെ പറഞ്ഞു വന്നത്. കാരണം 4ാം നിലയിലെ ക്യാന്റീൻ ഭാഗത്തു നിന്നുമാണ് ആദ്യം തീ പ്രത്യക്ഷമായതെന്നും പറയുമ്പോൾ ഈ കെട്ടിടത്തിന് പിന്നിലെ ഗോഡൌൺ ഭാഗത്തു നിന്നാണ് തീ ഉയർന്നതെന്ന മറ്റൊരു തരത്തിലുള്ള പ്രചാരണവും ആദ്യം ഉയർന്നിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടും. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് നടക്കുക. എന്തായാലും അഗ്നിശമന സേന ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. അതിനുശേഷം ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഈ മൊഫീസിൽ ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഫാഷൻ ടെക്സ്റ്റൈൽസിലും സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. അന്ന് കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങളാണ് കത്തിനശിച്ചത്. ഒപ്പം ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ മണിക്കൂറുകളോളം ഇതേ രീതിയിൽ തന്നെ വേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, ഈ വിഷു വിപണിയെ ലക്ഷ്യമാക്കിയുള്ള സ്റ്റോക്ക് സംഭരിച്ച ഒരു ടെക്സ്റ്റൈൽസ് ആണ്. വലിയ രീതിയിൽ ഇടപാടുകാർ എത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനവുമാണ്. അതുകൊണ്ട് ആ തീപിടുത്തത്തിന്റെ ആഘാതം ഏറെ വർദ്ധിച്ചു എന്നാണ് വിലയിരുത്തുന്നത്. ഈ തുണിത്തരങ്ങളിൽ തീപിടിച്ചാൽ സാധാരണഗതിയിൽ പെട്ടെന്ന് കെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പുറമേ നിന്ന് വെള്ളമോ അല്ലെങ്കിൽ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷറോ മറ്റോ അടിച്ചാലും അത് പുറം ഭാഗത്ത് വീഴുകയും ആ തീ അണയുകയും ചെയ്യും. പക്ഷെ അകത്ത് നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ്
മണിക്കൂറുകളോളം എടുത്ത് ഈ തീ കെടുത്താൻ സമയം വേണ്ടി വന്നത്. പൂർണ്ണമായും തന്നെ സ്റ്റോക്കുകൾ കത്തിനശിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം ആരംഭിക്കും. ഏത് സാഹചര്യത്തിലാണ് തീപിടുത്തം ഉണ്ടായതെന്നതിനെ കുറിച്ചുള്ള വിശദമായ പരിശോധന നടക്കുകയും ഫയർ ഓഫീസർ ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജയലക്ഷ്മി, അനീഷ്, തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യ തവണയല്ലല്ലോ. നേരത്തെയും തീപിടുത്തമുണ്ടായി, ഒരുപാട് നാശനഷ്ടമുണ്ടായ ഒരു സ്ഥലമാണ്. ഈ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരം നഗരഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ ഇത്തരം തുണിശാലകൾക്ക് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ? ഫയർ എക്സ്റ്റിങ്വിഷർ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ? അതൊക്കെ പരിശോധിക്കാനുള്ള ആർജവം നമ്മുടെ ഉദ്യോഗസ്ഥർ കാണിക്കുന്നുണ്ടോ? അപ്പോൾ അനീഷ് പറഞ്ഞതുപോലെ ഇത്ര വലിയ തീപിടുത്തമുണ്ടായിട്ടും അത് അണയ്ക്കാനുണ്ടായ വൈകൽ എത്രത്തോളം വലിയൊരു ദുരന്തമായി മാറേണ്ട ഒരു സംഭവം കൂടി ആയിരുന്നു ഇത് എന്നുള്ളതാണ്. അത് ആ തരത്തിലേക്ക് വളർന്നില്ല എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ, പ്രത്യേകിച്ച് വേനൽക്കാലമാണ്, നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയമാണ്, അവിടെയൊക്കെ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൽ ചെറിയ പ്രശ്നങ്ങളാവില്ല ഉണ്ടാവുക. തീർച്ചയായും അത്തരം അഗ്നിശമന സംവിധാനങ്ങൾ ഫലപ്രദമായി ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വളരെ വിശദമായ പരിശോധനകൾ നടത്തുമെന്ന് തന്നെയാണ് അഗ്നിശമന സേനാംഗങ്ങൾ പറയുന്നത്. കാരണം ആധുനിക രീതിയിലുള്ള കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കെട്ടിടങ്ങളിൽ തന്നെ ഈ അഗ്നിശമന സംവിധാനങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തേണ്ട ഒരു അനിവാര്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരം ഏർപ്പെടുത്തലുകൾ പലയിടത്തുമുണ്ട്. കാരണം സെൻസറുകളൊക്കെ ഉപയോഗിച്ച് എവിടുന്നെങ്കിലും ഒരു ഭാഗത്തു നിന്നും പുകയോ തീയോ പ്രത്യക്ഷമാകുമ്പോൾ തന്നെ അവിടുത്തെ മുഴുവൻ ജാഗ്രതാ സംവിധാനങ്ങളും ഉണരുക, കൃത്യമായ അലാറം പ്രവർത്തിക്കുക. ഒപ്പം ഈ തീ പ്രത്യക്ഷമാകുമ്പോൾ തന്നെ ഓരോരോ നിലകളിൽ നിന്നും പ്രത്യേക ഡക്റ്റുകളൊക്കെ സ്ഥാപിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഈ ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷറുകളൊക്കെ വരുന്ന രീതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഉള്ള ജീവനക്കാർക്ക് ഈ പ്രാഥമികമായി ഒരു ചെറിയ തീ കാണുമ്പോൾ അല്ലെങ്കിൽ പുക കാണുമ്പോൾ അത് അണയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വളരെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നതാണ് ചട്ടങ്ങളിൽ പറയുന്നത്. പക്ഷേ ആ ചട്ടങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കും. ഒപ്പം പലപ്പോഴും ഈ അനധികൃത നിർമ്മാണങ്ങളും ഈ പതിവിന് കവിഞ്ഞ സ്റ്റോക്ക് സംഭരണം, അതായത് ഈ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾക്കപ്പുറം ഇത്തരം സ്റ്റോക്കുകളും മറ്റും ശേഖരിക്കുമ്പോഴും പ്രത്യേക നിർമ്മിതികൾ, ചമയങ്ങളും മറ്റുമൊക്കെ ഈ കെട്ടിടത്തിൽ ഏർപ്പെടുത്തുമ്പോഴുമാണ് ഇത്തരത്തിൽ അപകടത്തിന്റെ ഒരു തോത് കൂടുന്നത്. നമുക്കറിയാം, ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉണ്ടായ കെട്ടിടം അത് എല്ലാ പരിധികൾക്കും അപ്പുറത്തുള്ള ഒരു സ്റ്റോക്ക് സംഭരണമാണ് ഉണ്ടായിരുന്നത്. ലഭിച്ചിരുന്ന കെട്ടിടത്തിന്റെ പുറത്തേക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി അവിടെ ഒരു ആൾക്ക് പോലും കടക്കാൻ കഴിയാത്ത വിധം അടച്ചു കെട്ടിയൊക്കെയാണ് സ്റ്റോക്ക് സംഭരിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിടേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഈ വെള്ളം അടിക്കാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യം വന്നിരുന്നു. ഇവിടെയും സമാനമായ രീതിയിൽ തന്നെ ഈ ബോർഡുകളും പ്ലാസ്റ്റിക് കമാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരുപാട് ചമയങ്ങൾ ഉണ്ടായിരുന്നു. ആ ചമയങ്ങളിലൊക്കെ തീ പടർന്നപ്പോൾ അത് ആളി കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു തരത്തിലും ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഈ നിർമ്മിതികളെ കുറിച്ചുള്ള കാര്യമായ ഒരു പരിശോധന ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 2023 ഒരു വലിയ തീപിടുത്തമുണ്ടായ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആ തീപിടുത്തത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങളും അതിന്റെ ഒരു വാർണിംഗ് സംവിധാനങ്ങളും ഒക്കെ, മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കം അവിടെ നടത്തിയിരുന്നു. ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായി അവിടെ നടത്തിയിരുന്നു എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു കൃത്യമായ ഓഡിറ്റ് നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം 2023 തീപിടുത്തമുണ്ടായ ഒരു സ്ഥാപനത്തിന് പിന്നീട് പ്രവർത്തനാനുമതി നൽകാൻ ഉണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ പ്രവർത്തനാനുമതി നൽകിയപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ സമഗ്രമായ ഒരു പരിശോധന തന്നെ നടക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തീപിടുത്തമുണ്ടായത് കോഴിക്കോട് നഗരഹൃദയത്തിലാണ്. ജയലക്ഷ്മി സിൽക്സിന്റെ നിലകൾ കത്തിനശിക്കുന്നു. റംസാനുമായി ബന്ധപ്പെട്ട് വലിയ സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പൂർണ്ണമായും കത്തിനശിക്കുന്ന പശ്ചാത്തലമാണ്. ഏറെ ഭീതിപ്പെടുത്തിയ ഒരു സംഭവമായി ഇത് മാറുന്ന പശ്ചാത്തലം ഒരുങ്ങി. അതിനുശേഷം ഫയർഫോഴ്സൊക്കെ ഏറെ പണിപ്പെട്ടാണ് ഈ തീ അണയ്ക്കാനും മറ്റും സാധിച്ചത് എന്നുള്ളതാണ്. ഏതായാലും വലിയ മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു തീപിടുത്തമായി ഇത് മാറുകയും ചെയ്തു.